റോഡൊക്കെ വെളിയിൽ നിന്ന് വരുന്ന വഴിയാടാ. എന്താ എന്താടാ കഴിച്ചെന്നോ? ആഹാ എടാ ഇപ്പൊ ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്തോണ്ടാ. അല്ല ജയിലിൽ ഇപ്പൊ ഫുഡെന്ന് പറഞ്ഞാൽ പഴയ പോലെ ഒന്നും അല്ല. രാവിലെ മുട്ടയും പാലും, ഉച്ചയ്ക്ക് ബിരിയാണി, അറിയാമോ? നീ വന്ന് നോക്കണം. രാത്രി ചപ്പാത്തിയും ചിക്കനോ ഒന്ന് പോയി നോക്കണം. എന്താ സുഖമോ ജീവിതമാണെന്ന് അറിയാമോ? ലോകത്ത് കണ്ട തെമ്മാടത്തിനെ കാണിച്ച് ജയിലിൽ പോകുന്നവന്മാർക്ക് ബിരിയാണിയും മുട്ടയും പാലും ഒക്കെ. സ്കൂളിൽ പഠിക്കുന്ന നമുക്ക് ഉച്ചയ്ക്ക് കഞ്ഞിയും പയറും. ശരിയാണ്. അപ്പ അങ്ങോട്ട് പോപ്പാ. കൊച്ചു മരിച്ചു. കൊച്ചു കുഞ്ഞാ. ഞാൻ അവിടെ മരുന്ന് പോയതാ. 30 വയസ്സുണ്ട്. അവിടെ ഈ കളവനാണ് 2 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞത് 30 വയസ്സായില്ലേ നിനക്ക് പോയി കെട്ടല്ലോ നീ കളവനായിരിക്കും അങ്ങനെ പറഞ്ഞു. എന്നെ ഇയാൾ എന്ത് വേണം പറയുന്നത്? 30 വയസ്സുള്ളവൻ മരിച്ചാൽ കൊച്ചു ചേർക്കൻ, 30 വയസ്സുള്ളവരെ പെണ്ണ് കിട്ടിയില്ലെങ്കിൽ അവൻ മുതുക്കൻ. എന്തോ ചെയ്യാനാന്ന് പറഞ്ഞാ വിളിച്ചു പോവാ. ആ ജോലിയൊക്കെ കിട്ടിയില്ലേ? ഇപ്പൊ രക്ഷപ്പെട്. എന്താ ജോലിയാടാ കിട്ടിയേ? ഞാൻ ഒരു കമ്പനി ഹെൽപ്പറായിട്ടാണ്. നിന്നെ കുറച്ചാൾ മുമ്പ് ഒരു മണിക്ക് വിളിച്ചപ്പോൾ നിനക്ക് വരാൻ വയ്യ. നിനക്ക് അവിടെ ചെന്ന് എന്ത് പണിയും ചെയ്യാം. ഇവിടെ കിട്ടുന്ന പിന്നെ പൈസ ഇല്ലടാ. ഓ അതൊന്നും ഒരു കാര്യമില്ലടാ. എന്നാ ശരി. എന്തുകൂടാ കൊച്ചേ? ഞാൻ വീട്ടിൽ പോയായിരുന്നു, ആരെയും കണ്ടില്ല. 16-ാം തീയതി എന്റെ കല്യാണം. വിദേശികളല്ലേ നിന്റെ കല്യാണത്തിനുണ്ടോ? ഇല്ല അപ്പൂപ്പ. ഇത് മൊത്തം ഇംഗ്ലീഷ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഈ 4 സാധാ മലയാളികളെ ഉണ്ട്. നാട്ടിൽ ഇപ്പത്തെ ഫാഷൻ. എനിക്ക് ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും അറിയത്തില്ല. ഈ ചുമ്മാ നീ ഇംഗ്ലീഷ് എഴുതി വെച്ചിരിക്കുന്നത്. 16-ാം തീയതി വരണം എന്റെ കല്യാണം. ആ ശരി വിട്ടേ. അമ്മ ചോറ്. മോനൊരു 10 മിനിറ്റ് ചമ്മന്തിയോടെ ഉള്ളൂ. ഇപ്പൊ നിനക്ക് തരാം. എനിക്കിപ്പൊ തന്നെ ചോറ് വേണം. മോനെ 5 മിനിറ്റ് ഇരിക്കും. നിനക്ക് ഇപ്പം തരാം ചോറ്. എനിക്ക് പറ്റത്തില്ല, ഞാൻ കളിക്കാൻ പോവാ. അവിടെ ഇരിക്കണം. എന്തോ അമ്മേ? നിങ്ങൾ കണ്ട ഹോട്ടലുകളിലും ചെന്ന് ആഹാരത്തിന് വേണ്ടി ഒത്തിരി നേരം നിനക്ക് ഇരിക്കാലോ. നിനക്ക് ഈ വീട്ടിൽ 10 മിനിറ്റ് ഇരുന്ന് എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമില്ല, ഞാൻ കളിക്കാൻ പോവാ. എന്നാൽ നീ പോ.